ഹലോ, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നില്ല, ഭയങ്കരമായിട്ട് മഴയുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ ഭയങ്കര ഒന്നങ്ങ് 2 മണിക്ക് ശേഷം ഭയങ്കരമായിട്ട് ഇരുട്ട് മഴ വരുന്നതുകൊണ്ട് തന്നെ കറണ്ട് വരുന്നു ഇങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അത് മാത്രമല്ല, ഇന്നൊരു തിങ്കളാഴ്ചയായിരുന്നു. അപ്പോൾ തിങ്കളാഴ്ച ആയതുകൊണ്ട് എനിക്ക് റംസാൻ മാസത്തിൽ നമുക്ക് നോക്കാൻ ബാക്കിയുള്ള നോമ്പുകളൊക്കെ നമുക്ക് പിന്നീട് വീഴണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് നോമ്പെടുത്ത് നിസ്കരിക്കുമ്പോൾ ഒന്ന് കറണ്ട് ഇല്ലാവോ, അങ്ങനെ ഞാൻ ഓതാനിരിക്കുമ്പോഴാണ് കറണ്ട് വന്നത്. ഞങ്ങളുടെ ഇൻവെർട്ടർ ഒരു ബൾബ് ഉണ്ടായിരുന്നു ലിവിങ് റൂമിൽ. അപ്പോൾ അത് ഇട്ടിട്ട് കൊട്ടിൽ പാലും തുറന്നിട്ട് ഓതാനിരിക്കുമ്പോൾ കറണ്ട് വന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പിള്ളേർക്ക് ചായ കൊടുക്കണമല്ലോ, അസുര കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ ചായ റെഡിയാക്കുകയാണ്. വെള്ളം തളിച്ച് പൊടിയിട്ട് പഞ്ചസാര ഇട്ട് അതൊന്ന് വെന്ത് വരുമ്പോഴേക്ക് ഞാൻ പാലക്കൂട്ട് ഞാൻ ഇങ്ങനെയാണ് ചായ വെക്കൽ. അപ്പോൾ അങ്ങനെ ചായ വെക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ എന്താക്കി, ഓറഞ്ച് ഒന്ന് മുറിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് നോമ്പ് തുറക്കുമ്പോൾ ജ്യൂസ് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ജ്യൂസ് ഞാൻ എൻ്റെ അടുത്ത് ഓറഞ്ച് ഉണ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ച് ഓറഞ്ച് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ വിത്തൊക്കെ എടുത്തിട്ട് പഞ്ചസാര ഇട്ട് ഞാൻ ഒന്ന് അവിടെ മൂടിയിട്ട് വെച്ച്, പിന്നെ അതൊന്ന് പിന്നെ ജ്യൂസ് അടിക്കാൻ സമയമായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ ചെയ്ത് ഞാൻ മൂടി വെച്ച്. അത് കഴിഞ്ഞിട്ട് എൻ്റെ മോനെ ഇരുത്താൻ ഞാൻ ചായ റെഡിയായി. അതൊന്ന് തണീച്ച് ഞാൻ അവനക്ക് കുടിക്കാൻ കൊടുത്ത്. അപ്പോൾ ഓന് കുടിക്കുമ്പോഴേക്ക് ഫസാന് കിടന്നിട്ടുണ്ടാവും. ഫസാന് രാവിലെ 6:30 മണിക്ക് എണീക്കുന്നല്ലേ സ്കൂളും മദ്രസയിലെല്ലാം പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഓൻ ഉച്ച കഴിഞ്ഞിട്ട് വന്നിട്ട് ക്ഷീണമായിട്ട് ഓൻ ഉറങ്ങിപ്പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓൻ ഉറങ്ങുന്നുണ്ടായി. അപ്പോൾ ഓനക്ക് പിന്നെ ചായ എടുക്കാൻ വിചാരിച്ച് ഞാൻ കിച്ചണിലേക്ക് നോമ്പ് തുറക്കുമ്പോൾ എന്തെങ്കിലും ആക്കണമല്ലോ. അപ്പം ഞാൻ ഉച്ചയ്ക്ക് ഡോ ആക്കി വെച്ചായിരുന്നു പിസ്സാൻ്റെ. അപ്പോൾ ഡോ ആക്കിയൊക്കെ അതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഡോ ആക്കി കഷ്ടപ്പാടൊന്നും ഞാൻ ഓർക്കുന്നുമില്ല. അത് അത്ര കഷ്ടപ്പെട്ട് ഞാൻ ഡോ ഉണ്ടാക്കിയത്. അപ്പോൾ അതൊന്ന് പ്രസ് ചെയ്ത് ഞാനിത് സോസ് ഉണ്ടാക്കാൻ കഴിയുമ്പോൾ പിന്നെയും കറണ്ട് പോകുന്നു വരുന്നു, ഇങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു. അപ്പോൾ അതായിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ എനിക്ക് കുറച്ച് കാര്യപരിപാടികളൊക്കെ ഉണ്ട്. അതെന്താ വെച്ചാൽ നമ്മുടെ മുറ്റത്ത് നായൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മൂടലും അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പം അങ്ങനെ ചെയ്യുമ്പോഴേക്ക് കറണ്ട് വന്ന്. അപ്പോൾ പിന്നെ ഞാൻ പിസ്സാൻ്റെ ഡോ ഒന്ന് പരത്തി കൊടുത്തു. അപ്പോൾ പരത്തിയ അവസ്ഥ കണ്ട് നിങ്ങളൊന്നും നെട്ടുണ്ടാവും. എൻ്റെ പിസ്സാൻ്റെ ഡോ നല്ലോണം ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല സർക്കിളിൻ്റെ രൂപത്തിനൊന്നും വന്നിട്ടില്ല. അപ്പം ഞാൻ അതാ പറഞ്ഞു, പിസ്സാൻ്റെ ഡോ ഉണ്ടാക്കി കത്തൊന്നും ഞാൻ പറയുന്നില്ല. അത് കാരണം അത്ര കഷ്ടപ്പെട്ടിന് കൈക്ക് ഒട്ടിപ്പിടിക്കുന്ന പറഞ്ഞാൽ അങ്ങനെ ഒട്ടിപ്പിടിക്കും. ഞാൻ എന്തോ ചെയ്ത വെള്ളം കൂടിപ്പോയി. ഞാൻ കുറേ വെള്ളം എടുത്തിട്ട് നമ്മളെ ഈസ്റ്റ് മിക്സ് ആക്കിയിട്ട് ആ വെള്ളത്തിലേക്ക് ഞാൻ മൈദ ഇട്ടതാണ്. അപ്പോൾ ഈ മൈദ പൊടിക്ക് ഞാൻ വെള്ളം കൂട്ടിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം മൈദ ആവശ്യം വന്ന് ഒട്ടിപ്പിടിച്ച്. അപ്പം അങ്ങനെ കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുണ്ടാക്കി പിസ്സാൻ്റെ സാധാരണ നമ്മൾ ചീസും സോസും ഇട്ട് ഒന്നുണ്ടാക്കി മൂടി വെച്ച് മറ്റൊന്നുണ്ടാക്കാനിട്ട് ഞാൻ പരത്തി കൊടുത്തിട്ട്, പരത്തുമ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ ഒട്ടുന്നതല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് ഇതൊരു സ്പെഷ്യലാണ്, അവൻ്റെ മൈൻഡിൽ തോന്നിയൊരു പിസ്സാണ്. നമ്മളെ കുക്കുംബറും ഒനിയനും തക്കാളിയൊക്കെ ഇട്ടിട്ട് കുറച്ച് മയോണൈസൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ചീസും സോസും ഓൾറെഡി അതിലിട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാനിട്ട് ഞാൻ ഇതൊന്ന് മൂടി വെക്കുമ്പോൾ കണ്ട മറ്റതിൻ്റെ ചീസ് മെൽട്ടായിട്ട് ഇതിലേക്ക് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് ഓറഞ്ച് ജ്യൂസ് ഗ്ലാസ്സിൽ കൂട്ടി സമയമായിരുന്നു ബാങ്ക് കൊടുക്കാൻ. അപ്പം അങ്ങനെ ഞങ്ങൾ 3 ഇരുന്ന് നോമ്പൊക്കെ നല്ല രീതിയിൽ തുടർന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായപ്പോൾ പിസ്സ നല്ല ടേസ്റ്റ് ഉണ്ടായ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. അപ്പം അങ്ങനെ ഞങ്ങൾ നോമ്പ് തുറന്ന്. അപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.